ശ്രീ സമ്പത്ത് ഇവിടെ ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. സർക്കാരിനെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ച് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. മാത്രമല്ല സർവകലാശാലകൾ സംഘർഷ ഭൂമിയായി മാറുന്നു എന്നുള്ള ആശങ്ക. ഈ ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ വിവാദങ്ങളാണ് അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് സിൻഡിക്കേറ്റും രജിസ്ട്രാറും നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. രാജ്ഭവനും ഗവർണറും നിലപാട് കടുപ്പിച്ച് തന്നെ പോകുന്നു. മാത്രമല്ല പുതുതായി താൽക്കാലികമായി ചുമതലയേൽക്കാൻ വന്ന VC-ക്ക് നേരെയും സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഭീഷണി മുഴക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനകൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദ്യങ്ങൾ ഉയർന്നു. ഇതിനിടയിൽ എന്ത് ചെയ്യും വിദ്യാർത്ഥികൾ, മുന്നോട്ടുള്ള കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി എന്ത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്. അതിനൊന്നും കൃത്യമായി ഉത്തരം കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ഓരോ ദിവസവും കൂടുതൽ സംഘർഷങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും വരെ കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് നിരന്തരമായി ഈ വിവാദങ്ങൾ? ലക്ഷ്മി, അങ്ങനൊരു ചോദ്യം ചോദിച്ചത് നന്നായി. ഞാൻ ശ്രീ ഗോപകുമാർ നമ്മുടെ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഗവർണർക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വക്താവായി അനൗദ്യോഗികമായിട്ടാണെങ്കിലും പങ്കെടുക്കുന്നത് എന്തായാലും നന്നായി. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള നിലയിലാണ് എങ്കിലും അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിനപ്പുറം ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കട്ടെ. വിദ്യാർത്ഥി സംഘടനകൾക്ക് അവരുടേതായ സ്വതന്ത്രമായ നിലപാടെടുക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. ഞാനൊരു പഴയ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ SFIയുടെ പ്രവർത്തകനായിരുന്നു. ഇവിടെ അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട്, അദ്ദേഹം KSUവിൻ്റെ പ്രവർത്തകനായിരുന്നു. സ്വാഭാവികമായി ഗോപകുമാർ ABVPയുടെ പ്രവർത്തകനായിരുന്നിരിക്കും, അതല്ല എങ്കിൽ ഭാരതീയ വിദ്യാർത്ഥി മോർച്ചയുടെ പ്രവർത്തകനായിരുന്നിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഐ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുള്ളത് പറയേണ്ട, തുറന്നു തന്നെ അങ്ങനെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് ലക്ഷ്മിയുടെ ചോദ്യത്തിൽ ഞാനൊരു 3 മിനിറ്റ് എടുക്കുന്നുള്ളൂ ആ മറുപടി ആദ്യത്തെ റൗണ്ടിൽ പറയുന്നതിന്. എങ്ങനെയാണ് ഈ വിവാദത്തെ സംബന്ധിച്ചെല്ലാം വരുന്നത്? ഭാരതാംബയെക്കുറിച്ച് പറയുന്നു. ഇതാണല്ലോ ഇവർ ആദ്യം പറഞ്ഞതായ ഭാരതാംബയുടെ ചിത്രം. വിശ്വവിഖ്യാതമായ ചിത്രമാണിത്. ഈ ചിത്രത്തിൻ്റെ പെയിൻറ്ററുടെ പേര് അബനീന്ദ്രനാഥ ടാഗോർ എന്നാണ്. രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട ഒരു കുടുംബാംഗമാണ്. ഇതാണ് ഈ ഭാരതാംബ എന്നത് പറയുമ്പോൾ തന്നെ ഇത് ബംഗമാതാവാണ്. അന്നത്തെ അവിഭക്ത ബംഗാളുമായി ബന്ധപ്പെട്ട് ബംഗാളികളുടെ ദേശീയ ബോധത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി വരച്ചതായ ചിത്രമാണ്. ഇതിൽ ക്രൂരതയില്ല. ഇവിടെ ഈ ഭാരതമാതാവ് അത്തരത്തിൽ ഏതെങ്കിലും ദുഷ്ടത അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ ഒരു ആയുധം അങ്ങനെ എന്തെങ്കിലുമില്ല. കണ്ണിൽ ക്രോധമല്ല. സമൃദ്ധിയുടെ, പുരോഗതിയുടെ, ശാന്തിയുടെ, വിജ്ഞാനത്തിൻ്റേതായ പ്രതീകങ്ങളാണ് ഈ 4 കരങ്ങളിലായിട്ടുള്ളത്. അപ്പോൾ ഭാരതാംബയെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർക്കും ഭാരതാംബയെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാവും. ഇതൊരു ഭാരതാംബയാണ് എന്ന് ചിലർക്ക് വേണമെങ്കിൽ പറയാം. എനിക്ക് ചില ചങ്ങാതിമാർ അയച്ചു തരുന്ന സ്വാതന്ത്ര്യദിന കാർഡിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇതിലൊരു ത്രിവർണ്ണ പതാക പിടിച്ചൊരു സ്ത്രീയുടെ ചിത്രമാണ്, ഒരു സിംഹമാണ് അടുത്ത് നിൽക്കുന്നതായി കാണുന്നത്. ഞാൻ ആദ്യം കാണിച്ച ഭാരതാംബ എന്ന ബംഗമാതാവിൻ്റെ ചിത്രത്തിൽ ഒരു മൃഗത്തെയും അവിടെ കാണിക്കുന്നില്ല എന്നുള്ളത് കൂടി ഓർക്കണം. ഇതും ഈ പറയുന്നത് പോലെ ഒരു ഭാരതാംബയുടെ ചിത്രമാണ്. യേശുദേവൻ മുതൽ ശ്രീബുദ്ധൻ വരെയുള്ളവരുടെ ചിത്രങ്ങളും അവിടെ സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെ, പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെ, നേതാജി ഉൾപ്പെടെയുള്ളവരുടെ, സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം ചിത്രങ്ങൾ അതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇവിടെ ജൂൺ മാസത്തിൽ ആദ്യം കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് പങ്കെടുത്തുകൊണ്ട് നടത്തേണ്ടതായ ഒരു പൊതുപരിപാടി, അത് കേരള സർക്കാരിൻ്റെ പരിപാടിയാണ്. ആ പരിപാടി ഇത് രാജ്ഭവനിൽ വെച്ച് നടത്തുക എന്നുള്ളത് മുമ്പും നടത്തിയിട്ടുള്ളത് തന്നെയാണ്. കേരള സർക്കാരുമായി അവസാനത്തെ 2-2.5 വർഷക്കാലം നമ്മൾ മലയാളത്തിൽ ഗുസ്തി എന്ന് വേണമെങ്കിൽ പറയാം, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. അപ്പോഴും രാജ്ഭവനിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ഓരോ പ്രതിനിധികളെ കൂടി വേദിയിൽ ഇരുത്തുമായിരുന്നു. ഇവിടെ അതും സമ്മതിച്ചില്ല. ഇവിടെ കാട്ടിയതായ ചിത്രം ഏതാണ്? അദ്ദേഹം വെച്ച ചിത്രം ഇതാണ്. ഈ ചിത്രം ആരുടെ ചിത്രമാണ്? ഇപ്പുറത്തുള്ള ചിത്രം ആരുടെ ചിത്രമാണ്? ഈ ചിത്രം ഇത് ബ്രിട്ടാനിക്കയുടേത്, ബ്രിട്ടീഷ് മഹാരാജ്ഞിയെ വാഴ്ത്തിക്കൊണ്ട് അപ്പുറത്ത് ഒരു സിംഹത്തിൻ്റെ ചിത്രവും കൂടി വെച്ചുകൊണ്ട്, ഇവിടെ ഇത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖകളിൽ വെക്കുന്നതായിട്ടുള്ളൊരു ചിത്രമാണ്. അത് വെച്ചിട്ട് പറയുകയാണ് ഇതാണ് ഭാരതാംബ എന്ന്. ഞാൻ ചില ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അന്ന് ഈ ഗോപകുമാറിൻ്റെ ചില ചങ്ങാതിമാർ ഇതൊക്കെയാണെന്ന് പറഞ്ഞത്. അത് പച്ചക്കള്ളം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന മിഥ്യാധാരണയിലാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. രണ്ടാമത് ശിവൻകുട്ടി കേരളത്തിലെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി, ആ പരിപാടിയിൽ അദ്ദേഹം വിയോജിപ്പടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഇനി
ഇത്തരത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഒരുപക്ഷെ മന്ത്രിമാർ അവരുടെ വിശ്വാസമനുസരിച്ചുള്ള ഏതെങ്കിലും ചിത്രങ്ങൾ ധരിച്ചതായ ഷർട്ടും ഇട്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഗവർണർക്ക് എന്ത് തോന്നും, പൊതുജനങ്ങൾക്ക് എന്ത് തോന്നും, മാധ്യമങ്ങൾക്ക് എന്ത് തോന്നും? ഗവർണർമാർക്ക് എന്തുമാകാമെന്ന് ഗവർണർമാർ തെറ്റിദ്ധരിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. കേരള സർവകലാശാലയിൽ മാത്രമല്ല, കേരളത്തിലെ ഈ യൂണിവേഴ്സിറ്റികൾ കേരള നിയമസഭ പാസ്സാക്കിയ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് നിലവിൽ വന്നിട്ടുള്ളത്. അല്ലാതെ ഗവർണറുടെ തീട്ടൂരം അനുസരിച്ചല്ല ഇത് നിലവിൽ വന്നിട്ടുള്ളത്. മഹാരാജാവിൻ്റെ ഔദാര്യമായി വന്നതല്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്കുണ്ട്. നമ്മുടെ ഈ കേരളത്തിലെ സർവകലാശാലകൾ, കേന്ദ്ര സർവകലാശാല ഒഴികെയുള്ള ലക്ഷ്മി എല്ലാ സർവകലാശാലകളും കേരളത്തിലെ ജനങ്ങൾ സമ്മതിദായകർ തിരഞ്ഞെടുത്തിട്ടുള്ള, അവരോട് ഉത്തരവാദിത്വമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളോ സ്വതന്ത്രരായിട്ടുള്ളവരോ തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ, ആ തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ മറുപടി പറയേണ്ടത് ജനങ്ങളോടാണ്. അതിൽ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ് എക്സിക്യൂട്ടീവ്, അത് LDF ആവട്ടെ UDF ആവട്ടെ മറ്റേത് സർക്കാരായിരുന്നാലും ശരി തന്നെ, അവർ ആ എംഎൽഎമാരോട് മറുപടി പറയേണ്ടതാണ്. അവർ അത്തരത്തിൽ പാസ്സാക്കിയിട്ടുള്ളതായ ഒരു സ്റ്റാറ്റ്യൂട്ട് നിയമം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ. അതിലാണ് ചാൻസലർക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ പറയണം എല്ലാത്തിനും ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ, ലക്ഷ്മി പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം, ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ എന്ന് പറയും. ഇങ്ങനെ ചൂണ്ടി, ഇങ്ങനെ ആരെ ചൂണ്ടിയാലും അതല്ല ഇങ്ങനെ ഭസ്മമായി പോകുമെന്നുള്ളത് പോലെ, അങ്ങനെയാണെങ്കിൽ തൻ്റെ സൃഷ്ടാവിനെ തന്നെ ചൂണ്ടിക്കളയാം എന്നുള്ളത് പോലെ, അങ്ങനെ കേരളത്തിലെ ഗവർണറല്ല ഒരു ഗവർണറും പെരുമാറാൻ പാടില്ല. ഇവിടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളും പ്രൊപ്പറേറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളും ഇവിടെ ഉയരുകയാണ്. ഒന്ന്, ഈ ഗവർണർമാരെ എങ്ങനെയാണ് ആർട്ടിക്കിൾ 163 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 പറയുകയാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ എന്നുള്ളതിനകത്ത് there shall be a council of ministers with the chief minister at the head to aid and advise the governor in the exercise of his functions എന്നുള്ളത്. അത് ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം നിരവധി തവണ പറഞ്ഞു, ഗവർണർമാർ ആ മന്ത്രിസഭയുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കാനെന്നുള്ളത്. ഞാൻ ഈ ചർച്ച ഈ ആദ്യ റൗണ്ടിൽ എൻ്റെത് ഒന്ന് ഉപസംഹരിക്കുന്നതിന് മുമ്പ് ചോദിച്ചോട്ടെ. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഷീ ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ്. അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ആരോടും യുദ്ധം പ്രഖ്യാപിക്കാനും, അല്ല ആ യുദ്ധം പ്രഖ്യാപിച്ച യുദ്ധം സമാധാനമായി പ്രഖ്യാപിക്കാനും, അതല്ല കേന്ദ്ര സർവകലാശാലകളിൽ തന്നിഷ്ടപ്രകാരം അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനും അധികാരമുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യൂണിയൻ ക്യാബിനറ്റിൻ്റെ ഉപദേശം എന്ന് പറയുന്നെങ്കിലും അത് ബൈൻഡിംഗ് ആണ്. ഇവിടെ അപ്പുറത്ത് തമിഴ്നാട് സംസ്ഥാനത്തെ ഗവർണർ, പഞ്ചാബിലെ ഗവർണർ, ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ, ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ, ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പലതവണ ഹൈക്കോടതികളിൽ നിന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും തലയ്ക്ക് കൊട്ട് കിട്ടിയിട്ട് പോലും എന്നെ തല്ലണ്ടമ്മാവാൻ നന്നാവില്ല എന്നുള്ളത് പോലെയും അവരെ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കാനായി ചില ആളുകൾ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുര്യോഗങ്ങൾ സംഭവിക്കുന്നത്. ഗവർണർക്ക് തെറ്റുപറ്റി, ആ തെറ്റ് ഗവർണർ തിരുത്തണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒറ്റ കാര്യം, ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു മനുഷ്യൻ, ജസ്റ്റിസ് പി സദാശിവം 5 കൊല്ലക്കാലം ഇതേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തന്നെ ഗവർണറായി നിയോഗിക്കപ്പെട്ട് ഈ കേരളത്തിൽ ഗവർണറായി അദ്ദേഹം ഈ നാടിൻ്റെ രക്ഷകർത്താവിനെ പോലെ അദ്ദേഹം പെരുമാറി ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഗവർണറായിരുന്ന ഒരു നാട്ടിൽ അത്തരത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കുക. അത്തരത്തിലുള്ള ഈ ജനങ്ങളോട് അത്രമാത്രം സ്നേഹവായ്പുള്ള ഭരണകൂടത്തോട്, ഒരു സർക്കാരിനോട്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനോട് ഒരു രക്ഷകർത്താവിനെ പോലെ പെരുമാറിയിട്ടുള്ള മനുഷ്യർ ഗവർണർമാരായിരുന്ന ഒരിടത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ കാണുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ. ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞോട്ടെ.